നമുക്ക് ഈ വാർത്തയിലേക്ക് മടങ്ങി വരാം. അതിനുശേഷം വീണ്ടും കളമശ്ശേരിയിലേക്ക് പോകുമ്പോൾ അവിടെ ഈ കഞ്ചാവ് സംഭവവുമായി കഞ്ചാവ് പിടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ നമ്മളെ കബോർഡ് പൂട്ടിയിടേണ്ട ആവശ്യമില്ല. നാട്ടിലേക്ക് പോകുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കബോർഡ് റൂമൊക്കെ പൂട്ടിയിട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കോളേജ് വിദ്യാർത്ഥികളല്ലേ, എപ്പോഴും തുറക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടാവുന്നതാണല്ലോ. ഓടി രക്ഷപ്പെട്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പസിൽ ഉണ്ടായി. ഇന്നലെ 10 മണിക്ക് ശേഷം സാധാരണ ഗ്രില്ല് അടക്കുന്നതുകൊണ്ട് പുറത്ത് റൂമിൽ കൂട്ടുകാരുടെ റൂമിൽ പോയി തൊട്ടടുത്ത് തന്നെ റൂമിൽ പോയി താമസിക്കും. ഇതൊരു ആരോപണമാണോ? തീർച്ചയായിട്ടും ഞാൻ പറയാം ചേട്ടാ, ഞാൻ KSU എന്ന പ്രസ്ഥാനത്തിൽ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതാണ്, എന്നിട്ട് വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ഒരു ഇതുമൂലം എന്തുവാ മറ്റിതര പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ പറഞ്ഞ കൂടെ താമസിക്കുന്ന വിദ്യാർത്ഥി എന്തുവാ ഹോസ്റ്റലില് രാത്രിയാണ്, എന്തുവാ ആരെ കയറും ഒന്നും അറിയില്ല. ഞാനിവിടെ ഉണ്ടായില്ല. പ്രിൻസിപ്പൾ തന്നെ പറഞ്ഞു. എന്തുകൊണ്ടാണ് അതിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം? അത് ഈ പാർട്ടി എന്തുവാ പാർട്ടിയുടെ രാഷ്ട്രീയപരമായി ഇവര് ഇടാൻ നോക്കുന്നതാണോ എന്ന് അറിയാം. ഞങ്ങൾ നാട് വിട്ടു എന്നൊക്കെയാ പറഞ്ഞത്. അതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. എന്തുവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതെ ആകാശിന്റെ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ക്ലാസ്സിലും. ആകാശ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഒന്നുമല്ല. നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാറില്ല. ഇതെങ്ങനെ വന്നെന്നോ ഒന്നും ആരെങ്കിലും എസ്എഫ്ഐയുടെ നേതാവ് അല്പസമയം തന്നെ ഇവിടുത്തെ ഏരിയ പ്രസിഡന്റ് പറഞ്ഞത്, ഈ ആദിലും അതോടൊപ്പം തന്നെ അനന്തവും ഈ വിഷയം വന്നപ്പോൾ ഇവിടെ റെയ്ഡ് വന്നപ്പോൾ നിങ്ങൾ ഓടിപ്പോയി. ഞങ്ങൾക്ക് ഓടിപ്പോകേണ്ട കാര്യമില്ല. ഞാൻ എന്റെ കൂട്ടുകാരന്റെ ഒപ്പം ഫുഡ് കഴിക്കാൻ പോയി. നീ എവിടെ? ഞാനിവിടെ നിന്ന് ഓടേണ്ട കാര്യം ഞങ്ങൾ തിരിച്ചു വരാൻ പൈസ ഉണ്ടാക്കുന്നതാ. അപ്പൊ പിന്നെ ഇത്തരത്തിലൊരു ആരോപണം നിന്നിട്ടുള്ള ആളാ, അതുകൊണ്ട് അവർ മത്സരിച്ചിട്ട് ഇല്ല ഇതിനു മുമ്പ് പിടിച്ചായിരുന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അതൊന്നും നമ്മളെ അങ്ങനെയല്ല. ഇല്ല. അപ്പൊ ഈ 2 കിലോ കഞ്ചാവ് ഈ പിടികൂടിയ ആകാശം നിങ്ങൾക്ക് എങ്ങനെ പരിചയം? ഞാൻ ആ സമയം ഞാൻ ഇവിടെ ഇല്ല. സംഭവം എന്റെ കൂട്ടുകാരൻ ആകാശാണുള്ളത്. പക്ഷെ എങ്ങനെ എത്തിയെന്നോ എന്തോ ഒന്നും അറിയത്തില്ല. അതാണ് സംഭവം. നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് ഇവിടെ സംഭവം? ഞങ്ങള് ഒരു 10:30 ആയപ്പോ ഹോസ്റ്റലിലോട്ട് വരാൻ വിളിച്ചു ഞങ്ങളെ. അപ്പൊ അവിടുന്ന് പറഞ്ഞു ഹോസ്റ്റലിൽ ഇഷ്ടംപോലെ പോലീസുകാരൊക്കെ ഉണ്ട്, എന്തോ സംഭവം ഒന്നും അറിയത്തില്ല എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്താ സ്വാഭാവികമായിട്ട് 10 മണിക്ക് ഹോസ്റ്റലിലെ ഗ്രില്ല് അടക്കും. അപ്പൊ അതിനുശേഷം ഹോസ്റ്റലിൽ കയറാൻ പറ്റില്ല. അപ്പൊ പുറത്ത് കൂട്ടുകാരന്റെ റൂമിൽ നിന്ന് ഞാനും ഷാക്കിർ എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരൻ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് റൂമിൽ നിന്ന്. പിന്നെ അങ്ങനെ ഉറങ്ങി രാവിലെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇപ്പൊ ഞങ്ങൾ ചുമ്മാ ന്യൂസ് എടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾ നാട് വിട്ടു, ഞങ്ങളെ ഇവിടെ ഇല്ല, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കാണുന്നത്. ഇത്രയും ലഹരി ഉപയോഗം വരുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് നേരത്തെ അറിയില്ല? നിങ്ങൾ ഈ ഹോസ്റ്റലിൽ കുറെ താമസിക്കുന്നതല്ലേ? ഞാനിപ്പം ഈ വർഷമാണ് 3rd ഇയറിലാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് കയറിയത് തന്നെ. ഞാനും ആകാശും ഈ 3rd ഇയറിലാണ് ഹോസ്റ്റലിലേക്ക് കയറി. ഇതിന് മുമ്പും എന്തുവാ പിടിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അതിനെ കുറിച്ചൊന്നും അറിയില്ല ഞങ്ങള്. ഇല്ല, ഞാൻ എന്തുവാ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ 8, 9 മണിയൊക്കെ ആയപ്പോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാ. റൂമിൽ നിന്ന് ഞാനും എന്റെ കൂട്ടുകാരനും കൂടെ റൂമിൽ നിന്ന് ഇറങ്ങി പോയതാ. പിന്നെ ഞങ്ങൾ ഈ സംഭവമൊക്കെ അറിയുന്നത് അതിന് ശേഷമാണ്. ഇത് ആകാശിനെ കൊടുക്കാൻ ആരെയും കൊണ്ട് ഇട്ടതാണെന്നാണ് നിങ്ങൾ കരുതുന്നുണ്ടോ? എനിക്കെന്തുവാ ഇതിലൊന്നും ആകാശ് ഒരിക്കലും ഇത് ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. ഇതില് എന്തോ ആരെയും പെടുത്തിയതാണോ എന്തോ കാര്യമൊന്നും അറിയത്തില്ല. ാണ് കിട്ടിയത്, അതാ പറഞ്ഞത്. പക്ഷേ ഇവിടെ താമസിക്കുന്ന ആളുകളാണ് പുറത്തുനിന്നുള്ള ആളുകളെ, നേരത്തെയുള്ള സ്റ്റുഡൻസ് ആളുകളൊക്കെ നിങ്ങളുടെ ഈ ഹോസ്റ്റലിൽ വന്നു പോകാം? ഇല്ല, ഈയിടെയായിട്ടും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ കയറിയത് ഈ 3rd ഇയർ ആയപ്പോഴാണ്. 3rd ഇയർ ആയതിനു ശേഷം ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആരും. പിന്നെന്തുവാ ഇന്നലെ വൈകിട്ട് എന്തോ ആർത്തി പറഞ്ഞായിരുന്നു, 2 പിള്ളേര് എന്തോ പുറത്തുനിന്ന് 2 പിള്ളേര് വന്ന് ഓടിപ്പോയത് കണ്ട് അങ്ങനെയുള്ളൊരു പറഞ്ഞായിരുന്നു. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോല്ലേ അങ്ങനൊരു. ഇതിനു മുമ്പേ പിള്ളേരെന്നെ പറഞ്ഞാണ് ഹോസ്റ്റലില് RT എന്തോ 2 പിള്ളേരെ പുറത്തുനിന്ന് കണ്ടായിരുന്നൊക്കെ പറഞ്ഞു. ഈ റൈഡിന് മുന്നേ ഇന്നലെ തന്നെ. ഈ വിവരം പറയുന്നത് റൈഡിന് മുന്നെയാണ് ഓടിപ്പോണ കണ്ടു എന്ന് പറയുന്നത്. റൈഡ് നടന്നതിന് ശേഷമാണ് പറയുന്നത്. ഇല്ല, അതിന് വൈകിട്ട് തന്നെ അങ്ങനെ ടോക്ക് ഉണ്ടായി. അല്ല, 2 പേരെ എന്തുവാ ഇവിടുന്നോ RT കണ്ടു എന്നൊക്കെ പറഞ്ഞു. മുമ്പ് തന്നെ വൈകിട്ട് RT തന്നെ ഞങ്ങളടുത്ത് വന്ന് പറഞ്ഞായിരുന്നു 2 പേരെ കണ്ടു എന്നൊക്കെ പറഞ്ഞു. അല്ല, അതിനു മുമ്പ്. ഇപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങൾക്കെതിരെയുള്ളത് വെറും രാഷ്ട്രീയ ആരോപണം മാത്രം. അതാ ഞങ്ങൾ പെട്ടെന്ന് അതാ നാട് വിട്ടു എന്നൊക്കെ പറയുന്നതല്ലേ. എന്ത് ഇല്ല, അതാണിപ്പോ പറഞ്ഞത്. വൈകിട്ടത്തെ ഈ ഒരു കേസ് RT വരെ പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇല്ല ആക്സസ് ഒന്നുമില്ല.
ഇത് എങ്ങനെ ഇവിടെ വന്നു എന്നാണ് ഈ ലഹരി കുറെ ആയിട്ടുള്ളതാണ്. പ്രിൻസിപ്പൽ അടക്കം പറഞ്ഞത് കുറെ ദിവസങ്ങളായി മാസങ്ങളായി നടക്കുന്ന ഒരു ഡ്രൈവാണ് ഇവിടെ, അതിന്റെ തുടർച്ചയാണ് ഇങ്ങനെ ഒരു റെയ്ഡ് അടക്കം എന്നതാണ്. അപ്പൊ നിങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഞങ്ങൾ ഈ എന്തുവാ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നതും ഞങ്ങൾ ഈ KSUയുടെ പരമായിട്ട് അങ്ങനെയും പ്രവർത്തിക്കുന്നതും എല്ലാമാണ്. അപ്പം ഇതിലിപ്പോ എന്തോ പറയാനുള്ളത്, പുറത്തുനിന്നുള്ള ആരാണ്ടൊക്കെ ഇടയ്ക്ക് പിടിച്ചായിരുന്നു. ഈ ഇടയ്ക്ക് അന്ന് ഞങ്ങൾ അതിനേക്ക് പോയായിരുന്നു. ആകാശ് ഭാരവാഹിയാണ്. പക്ഷെ ഇപ്പൊ അതിനുശേഷം ആകാശം ഞങ്ങളുടെ ഒപ്പരം KSUവിനൊപ്പം ഉള്ളതാണ്. പക്ഷെ ഞാനാണ് മത്സരിച്ചതും ഇവൻ എന്തുവാ യൂണിറ്റ് മെമ്പറൊക്കെ ആയിട്ട് നിന്നതും. യെസ്. ഇതിപ്പോ തീർച്ചയായിട്ടും എന്തുവാ SFI എന്നുള്ളൊരു പാർട്ടി കളമശ്ശേരിയിലെ കഞ്ചാവ് വേട്ട സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ പ്രതികരണമാണ് വരുന്നത്. തങ്ങൾക്ക് പങ്കില്ല എന്ന് ഇരുവിഭാഗം വിദ്യാർത്ഥികളും നിലപാടെടുക്കുകയാണ്. പക്ഷേ പുറത്തുനിന്ന് അങ്ങനെയെങ്കിൽ ആര് വന്നു, ഇത് സംബന്ധിച്ച് വിശദീകരണം നടക്കണം. ഒപ്പം ഈ പറയുന്ന കാര്യങ്ങളുടെ വ്യക്തത കൂടി ഉണ്ടാവേണ്ടതുണ്ട്. ഇടവേളയാണ്, മടങ്ങി വരാം.